ഹായ് ഫ്രണ്ട്സ്, ബൂനി അനലിറ്റിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ലീനിയർ റിഗ്രഷൻ്റെ ലീനിയർ റിഗ്രഷൻ സാറ്റിസ്ഫൈഡ് ആയി വരണമെങ്കിൽ, അൽഗോരിതം സാറ്റിസ്ഫൈഡ് വരണമെങ്കിൽ അതിന് ഒരു കുറച്ച് അസംഷന് നമുക്ക് സാറ്റിസ്ഫൈഡ് വരേണ്ടതുണ്ട്. അതെന്തൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ മൾട്ടി കോർഡിനേറ്റിനെ കുറിച്ചാണ് പറയുന്നത്. വാട്ട് ഈസ് മൾട്ടി കോർഡിനേറ്റ്, വാട്ട് ഈസ് കോർഡിനേറ്റ് എന്താണെന്ന് നോക്കും. പിന്നെ കോർഡിനേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് രണ്ടിൽ കൂടുതൽ ഫീച്ചേഴ്സിനെ എഫക്റ്റ് ചെയ്യുമ്പോൾ മൾട്ടി കോർഡിനേറ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് എന്താ പ്രശ്നം എന്നുള്ളതും നമ്മൾ ഇതിൽ നോക്കാം. അപ്പോൾ എന്താണ് കോർഡിനേറ്റ്? ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് രണ്ട് ഫീച്ചേഴ്സ് ഉണ്ട്. നോക്കാം, F1 F2 രണ്ട് ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ എന്നാൽ ഈ ഫീച്ചേഴ്സ് F1 A F2 ഉള്ള ഒരു റിലേഷൻ കൂടി ഉണ്ട് നോക്കാം, മനസ്സിലായി? അപ്പോൾ ഫീച്ചേഴ്സ് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് അല്ല, ഫീച്ചേഴ്സ് തമ്മിൽ തന്നെ ഡിപ്പെൻഡൻസി ഉണ്ട്. അപ്പോൾ അതിനെയാണ് അഥവാ F1 F2, F1 പകരം F2 കൊടുത്താലും F1 നമുക്ക് കറസ്പോണ്ട് ആയിട്ട് നമുക്ക് മെൻഷൻ ചെയ്യാൻ പറ്റും. ഇതിനെയാണ് കോർഡിനേറ്റ് എന്ന് പറയുന്നത്. കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ അപ്പോൾ ഈ മൾട്ടി കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ രണ്ടെണ്ണത്തിൻ്റെ കാര്യം എടുത്തപ്പോൾ ഇങ്ങനെ പറഞ്ഞത്. അപ്പം രണ്ടിൽ കൂടുതൽ ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ ഇപ്പോൾ F1 F2 F3 എക്സെട്ര FM അങ്ങനെ കുറേ ഉണ്ട്. എന്നാൽ അഥവാ F1 Fi F1 F2 F3. അപ്പോൾ സച്ച് ദാറ്റ് F1 A1 alpha 1 alpha 1 alpha 2 F2 A1 plus A2 F2 plus A3 F3 ഈ രീതിയിൽ മെൻഷൻ ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് അതിനെന്താ പറയുക, മൾട്ടി കോർഡിനേറ്റ്. മനസ്സിലായില്ലേ? ഉദാഹരണത്തിന് വേറൊരു സിമ്പിൾ എക്സാമ്പിൾ, W is equal to W1 x1 plus W2 x2 plus W3 x3 is equal to W0. ഇങ്ങനെയാണ് നോക്കുക. അപ്പോൾ അതാണ് ഈ x1. ഇപ്പോൾ ഈ x1ന് ഞാൻ 1, x2ന് 2, x3ക്ക് 3 ഇതിലേറ്റ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇക്വേഷൻ എങ്ങനെയാണ്? W is equal to 1x1 plus 2x2 plus 3x3 പ്ലസ് W0 കിട്ടി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കിട്ടി. ഇതാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ വെയിറ്റ് ഉള്ളതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും S3 ആണ്. കാരണം എന്താ വെച്ചാൽ ഫീച്ചേഴ്സ് കൂടുതൽ ഇമ്പോർട്ടൻ്റ്. എന്തുകൊണ്ട്? F3ൻ്റെ കോഎഫിഷ്യൻറ്റ് 3 ആണ്. ഓക്കെ, 3 ആണ്. എന്നാൽ ഇതേ ഇക്വേഷൻ തന്നെ ഈ S2 1.5x1 ആണെങ്കിൽ ഇതിനെ നമുക്ക് മാറ്റി എഴുതില്ല. അപ്പോൾ എന്താവും? W is equal to 1x1 plus 2 ഓൾറെഡി ഇവിടെ ഉണ്ട്. S2 is equal to 1.5 into x1 plus 3x3 equal to W0. ഓക്കെ, എന്നാൽ ഇത് ഇതെങ്ങനെ അവസാനം എങ്ങനെ വരും? S1 plus 2 into 1.5 അഥവാ 3x1 plus 3x3 ആയി കിട്ടി. അപ്പോൾ S1 4x1 3x3 plus W0 ഉണ്ട് ഈക്വൽ ടു എന്തായി? WI. അപ്പോൾ ഇതിൽ ഏത് ഫീച്ചേഴ്സിനാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾ പറയും x1. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷൻ ഫീച്ചേഴ്സ് തമ്മിൽ ഒന്നിൽ കൂടുതൽ റിലേഷൻ വന്നാൽ രണ്ടിൽ കൂടുതൽ ഫീച്ചേഴ്സിന് തമ്മിൽ പരസ്പര റിലേഷൻ ഉണ്ടെങ്കിൽ അതിനെന്ത് പറയും? മൾട്ടി കോർഡിനേറ്റ് എന്ന് പറയും. അപ്പോൾ കോർഡിനേറ്റ് മനസ്സിലായില്ലേ? സെയിം സംഭവം തന്നെയാണ് ഞാൻ ഇവിടെ എഴുതിയത്. ഇപ്പോൾ ഇനി നമ്മൾ നോക്കുന്ന ഈ മൾട്ടി കോർഡിനേറ്റ് കൊണ്ട് എന്താണ് പ്രശ്നം?
ഈ മൾട്ടി കോർഡിനേറ്റ് ഇങ്ങനെ ഒരു ഇത് നമ്മുടെ ഫീച്ചേഴ്സിന് എന്താണ് എഫക്റ്റ് ആകുന്നതെന്നാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ ഇതിൽ ഒരു മൾട്ടി കോർഡിനേറ്റ് എക്സിസ്റ്റ് ചെയ്താൽ നമ്മളെ ഫീച്ചേഴ്സ് ഇമ്പോർട്ടൻസ് നമുക്കൊരു പ്രോബ്ലം ആണെന്ന് നമ്മൾ എക്സാമ്പിൾ മനസ്സിലായി. ലൈബ്രറി അഥവാ ഈ ഇപ്പോൾ ഉദാഹരണത്തിലായി ഇവിടെ W is equal to y hat is w1 x1 w2 x2 w3 x3 w0. ഓക്കെ, അപ്പോൾ w0ന് ഞാനൊരു വാല്യൂ കൊടുത്ത് 5 എന്ന് കൊടുക്കാം. അപ്പോൾ ഈ w1 w2 w3നും ഞാൻ 1 2 3 എന്ന് കൊടുത്തു. അപ്പോൾ ഇവിടെ 1 2 3 5. അപ്പോൾ ഇതാണ് ഇക്വേഷൻ. നെക്സ്റ്റ് x2 is equal to 1.5 into x1 അല്ലേ. അപ്പോൾ ഈ ഇക്വേഷൻ ആവും 4. ഇവിടെ ഫീച്ചേഴ്സ് ഇമ്പോർട്ടൻ്റ് വരുന്നത് x3 ആയിരുന്നു, പക്ഷെ ഇവിടെ എത്തിയപ്പോൾ x1 ആയി. അപ്പോൾ ഇങ്ങനെ മൾട്ടി കോർഡിനേറ്റ് എക്സിസ്റ്റ് ചെയ്താൽ ഫീച്ചേഴ്സ് ഇമ്പോർട്ടൻ്റ് ഒരു പ്രോബ്ലം ആയിട്ട് മാറും. ഓക്കെ, അതാണ് മെയിൻ പ്രോബ്ലം, ഫീച്ചേഴ്സ് ഇമ്പോർട്ടൻ്റ്. ഇനി നമ്മൾ നോക്കുന്നത് മൾട്ടി കോർഡിനേറ്റിനെ ഹൗ ടു ഡീൽ വിത്ത് മൾട്ടി കോർഡിനേറ്റ്, അതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് മൾട്ടി കോർഡിനേറ്റിനെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പുതിയൊരു മെട്രിക്സ് ഇവിടെ യൂസ് ചെയ്യുന്നത്. വേരിയൻസ് ഇൻഫ്ലേഷൻ ഫാക്ടർ എന്നുള്ള ഒരു മെട്രിക്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് VIF, ഇതിൻ്റെ ഷോർട്ട് VF. ഇനി ഇവിടുന്ന് അങ്ങോട്ട് വരുമ്പോൾ ഞാൻ VF എന്ന് പറയുള്ളൂ, അഥവാ വേരിയൻസ് ഇൻഫ്ലേഷൻ ഫാക്ടർ. ഈ വേരിയൻസ് ഇൻഫ്ലേഷൻ ഫാക്ടർ എന്താണെങ്കിൽ നമുക്കറിയണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഫീച്ചേഴ്സിന് എടുക്കുക. ഓക്കെ, നമുക്ക് y is equal to f1 x1 plus f2 x2 plus f3 x3 plus etc. f w0. ഇങ്ങനെയുള്ള ഒരു ഫീച്ചേഴ്സ് നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് നോക്കുക. അപ്പോൾ ഇതിൽ മൾട്ടി കോർഡിനേറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കറിയാം f1 വൈന് പകരം നമ്മൾ f1 എടുക്കുക. f1 is equal to f2 s2 plus f3 s3 plus f4 s4 plus w0. ഇങ്ങനെ എഴുതാം. ഓക്കെ, ഇങ്ങനെ എഴുതാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ ഇനി f1 f2 എടുക്കുമ്പോൾ നമുക്ക് എന്താക്കാം, f1 x1 plus f3 s3 plus etc. f4 xn and f4 x4 plus w0. ഇങ്ങനെ ചെയ്തല്ലോ. അപ്പോൾ ഓരോ ഫീച്ചേഴ്സ് ഈ മൾട്ടി കോർഡിനേറ്റ് ഫാക്ടർ നമ്മൾ കണ്ടുപിടിക്കാൻ നമ്മൾ ഓരോ ഫീച്ചേഴ്സിന് നമ്മൾ മറ്റു ഫീച്ചേഴ്സിനെ ഡിപ്പെൻഡൻ്റ് ആക്കിയിട്ട് മറ്റു ഫീച്ചേഴ്സിന് നിന്ന് നമ്മൾ എഴുതും. ഓക്കെ, എന്നിട്ട് നമ്മൾ ഓരോ ഫീച്ചേഴ്സിൻ്റെയും f1ൻ്റെ നമ്മൾ കറസ്പോണ്ടിങ് r² വാല്യൂ കണ്ടുപിടിക്കും. നമുക്കറിയാം r² വാല്യൂ അപ്രോക്സിമേറ്റ്ലി 1 ആണെങ്കിൽ അത് ഗുഡ് ഫീച്ചേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് മനസ്സിലാവും. എന്നിട്ട് ഈ r² വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ എന്താക്കുന്നത് വെച്ചാൽ VF-ന് ഒരു ഇക്വേഷൻ ഉണ്ട്. ഇതാണ് വേരിയൻസ് ഇൻഫ്ലേഷൻ ഫാക്ടറിൻ്റെ ഇക്വേഷൻ, അഥവാ 1 / 1 - r². ഓക്കെ, ഈ r² പറഞ്ഞാൽ ഈച്ച് ഇൻഡിവിജ്വൽ ഫീച്ചേഴ്സിൻ്റെ r² വാല്യൂ ആണ്. അപ്പോൾ ഇവിടെ രണ്ട് സിറ്റുവേഷനാണ് നമുക്ക് കിട്ടാൻ. മെയിൻ രണ്ട് സിറ്റുവേഷനിൽ ഒരു ഗുഡ് സിറ്റുവേഷൻ ഒരു വേഴ്സ്റ്റ് സിറ്റുവേഷൻ കിട്ടും. ഇപ്പോൾ r² വാല്യൂ 1 ആണ് നോക്കുക. അപ്പോൾ 1/1 - r². r² വാല്യൂ നമുക്ക് 1 കിട്ടി നോക്കുക. 1 കിട്ടി. അപ്പോൾ 1/VF എന്താകും, -1 is equal to 1/0, അഥവാ ഇൻഫിനിറ്റി കിട്ടും. ഇൻഫിനിറ്റി ഒരു വേഴ്സ്റ്റ് കേസ്, ഇൻഫിനിറ്റി ആയിരിക്കും VF. ഒരു കേസ് അതാണ്, VF ഇൻഫിനിറ്റി കിട്ടും. ഇനി r² 0 ആണ് നോക്കുക. r² 0 ആണെങ്കിൽ നമുക്ക് എന്തായിരിക്കും,
VF is equal to എന്ത് കിട്ടും 1 divided by 1 minus 0 അത് 1 divided by 1 അപ്പോൾ 1 ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താക്കും മനസ്സിലായി. ഇപ്പൊ രണ്ട് സിറ്റുവേഷനാണ്. അപ്പോൾ ഒന്നെങ്കിൽ 1 കിട്ടും. അപ്പോൾ ഈ VF ഈ ലൈൻ ബിറ്റ്വീൻ 1 ആൻഡ് ഇൻഫിനിറ്റി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഈ രണ്ട് വാല്യൂൻ്റെ ഇടയിൽ 1 അല്ലെങ്കിൽ ഇൻഫിനിറ്റി അതിൻ്റെ ഇടയിൽ വാല്യൂയാണ് VF കിട്ടുന്നത്. അപ്പോൾ ഇനി ഈ മോഡൽസിൻ്റെ ഈ വാല്യൂവിൽ നിന്ന് നമുക്ക് ഏത് ഫീച്ചേഴ്സിനെ എടുക്കണം, ഏത് ഫീച്ചേഴ്സിനെ റിജക്റ്റ് ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിക്കും. ഇൻഫിനിറ്റി ആണെങ്കിൽ ഇപ്പോൾ ഇൻഫിനിറ്റി കിട്ടുകയാണെങ്കിൽ ആ ഫീച്ചേഴ്സ് അഥവാ ആ ഫീച്ചേഴ്സുകൾ എന്തായിരിക്കും, ബാക്കിയുള്ള ഫീച്ചേഴ്സിനെ വളരെ വലിയ രീതിയിൽ ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഫീച്ചേഴ്സ് നമ്മൾ എടുക്കലില്ല. എന്നാലും ഇൻഡസ്ട്രി പ്രാക്ടീസിൽ നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് ഏത് ഒഴിവാക്കണം എന്നുള്ളത് നമ്മൾ എന്താക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഒരു തമ്പ് റൂൾ, ബേസിക്കലി തമ്പ് റൂളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ VF നമുക്ക് ഈ തമ്പ് റൂൾ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സാധാരണ എല്ലാവരും ചെയ്യുന്നതെന്ന് വെച്ചാൽ VF ലെസ് ഗ്രേറ്റർ ദാൻ 10 ആണെങ്കിൽ നമ്മൾ ആ ഫീച്ചേഴ്സിനെ ഒഴിവാക്കും, ഫീച്ചേഴ്സിനെ ഒഴിവാക്കും. പിന്നെ VF ഇൻ ബിറ്റ്വീൻ 5ൻ്റെയും 10ൻ്റെ ഇടയിലാണെങ്കിൽ കുഴപ്പമില്ല, അതിന് നമ്മൾ എടുക്കും. ഓക്കെ, VF അങ്ങനെയാണെങ്കിൽ ആ ഫീച്ചേഴ്സിനെ എടുക്കും. എന്നാൽ VF ലെസ് ദാൻ 5 ആണെങ്കിൽ അത് നല്ല ഫീച്ചേഴ്സാണ്. ഈ ഫീച്ചേഴ്സിൻ്റെ ഇൻഡിപെൻഡൻറ്റി കൂടുതലാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഈ VF എങ്ങനെ കാണുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് വിത്ത് ഫുൾ റിഗ്രഷൻ മോഡൽ ഇൻക്ലൂഡിങ് ആൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ വെച്ചിട്ട് നമ്മൾ ഫീച്ചർ റിഗ്രഷൻ കാണും. അഥവാ W is equal to W1 x1 plus W2 x2 plus W3 x3 plus എത്ര ഉണ്ടോ അത്ര WN xn പ്ലസ് W0 എത്ര ഫീച്ചേഴ്സ് ലീനിയർ റിഗ്രഷൻ ആണ്. പിന്നെ കാൽക്കുലേറ്റ് VF ഫോർ ഈച്ച് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ബൈ റിഗ്രഷൻ. ഇൻ VF നമുക്കറിയാം VF ഓരോ വേരിയബിളിൻ്റെ VF കാണും. അത് 1 divided 1 minus r square. അപ്പോൾ ഓരോ ഫീച്ചേഴ്സും അഥവാ W1 is equal to എന്നിട്ട് നമ്മളങ്ങനെ എഴുതും W2ൻ്റെ ബാക്കി ഫീച്ചേഴ്സിൻ്റെ S2 plus W3 S3 ബാക്കി ഫീച്ചേഴ്സിൻ്റെ ഇക്വേഷൻ ബേസിൽ എഴുതും. എന്നിട്ട് ഇതിൻ്റെ R square കാണും. R square കണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് VF കാണും. VF കണ്ടിട്ട് അത് എത്രയാണോ നമ്മൾ ഈ വാല്യൂൻ്റെ ഉള്ളിലാണോ എന്ന് ചെക്ക് ചെയ്യും. ഓക്കെ, ഈ വാല്യൂസിൻ്റെ ഉള്ളിലാണോ എന്ന് ചെക്ക് ചെയ്യും നമ്മൾ. ഓക്കെ, അപ്പോൾ ഈ വാല്യൂസിൻ്റെ ഉള്ളിലാണെങ്കിൽ അഥവാ VF ഗ്രേറ്റർ ദാൻ 10 ആണെങ്കിൽ അപ്പം തന്നെ നമ്മൾ ആ ഫീച്ചേഴ്സ് നമ്മൾ എടുക്കില്ല. ഇതിൻ്റെ ഇടയിലാണെങ്കിൽ നമ്മൾ എടുക്കും. 5നും 10നും ഇടയിൽ ലിസ്റ്റ് അഞ്ചാണ് സ്യൂട്ടബിൾ ആണ്, കുഴപ്പമില്ല. ഓക്കെ, ഡീസൻ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഫീച്ചേഴ്സാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോന്നും കണ്ടു. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാകും, ഓരോന്നിൻ്റെയും VF കാണാൻ മാനുവലായിട്ട് കാണുന്നത് വെരി ഡിഫിക്കൽട്ട് അല്ല. അപ്പോൾ ഇത് മാനുവലായിട്ട് കാണലല്ല, ഇത് ഒരു ഓട്ടോമാറ്റിക് പ്രോസസ്സിലൂടെ ലൊക്കേഷൻ ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ചെയ്താൽ കിട്ടുന്നേ ഉള്ളൂ. ഓക്കെ, പിന്നെ അപ്പോൾ ഇങ്ങനെ VF നമ്മൾ എല്ലാത്തിനും കണ്ടുപിടിച്ച് പിന്നെ ചെക്ക് ഫോർ വേരിയബിൾ വിത്ത് ഹയസ്റ്റ് VF അഥവാ തമ്പ് റൂൾ നമ്മൾ ഇവിടെ യൂസ് ചെയ്യും. ഹയസ്റ്റ് VF ഉള്ളതിനെല്ലാം ഒഴിവാക്കും. റിമൂവ് ദ വേരിയബിൾ വിത്ത് ഹയസ്റ്റ് VF അഥവാ ഈ തമ്പ് റൂൾ പ്രകാരം 10ൻ്റെ മുകളിലുള്ള VF 10ൻ്റെ മുകളിലാണെങ്കിൽ നമ്മൾ അത് ഒഴിവാക്കും. പിന്നെ റീഫിറ്റ് മോഡൽ പിന്നെ വീണ്ടും നമ്മൾ റീഫിറ്റ് ചെയ്തിട്ട് കണ്ടുപിടിക്കും. എങ്ങനെ റിപ്പീറ്റ് 2 to 5 അഥവാ ഇത്ര പ്രോസസ്സ് നമ്മൾ റിപ്പീറ്റ് ചെയ്യും കണ്ടിന്യൂ അണ്ടിൽ നോ വേരിയബിൾ ഹാസ് എ VF അപ്പോൾ ത്രെഷോൾഡ് മീൻസ് അത് 10നെക്കാളും കൂടുതലുള്ള വാല്യൂ വരാത്ത വരുന്ന എല്ലാ ഫീച്ചേഴ്സും ഒഴിവാകുന്നത് വരെ ഉറപ്പെത്തുന്നത് നമ്മൾ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ.
അപ്പോൾ ഈ വി എഫിൻ്റെ കാര്യത്തിൽ ഈ ഇതാണ് നമ്മൾ പ്രധാനമായിട്ടും നോക്കാനുള്ളത്.